ഹലോ ഓൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഷഫീർ സാറിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ 10ാം ക്ലാസ്സിലുള്ള പല സ്റ്റുഡൻസും അവരടുത്ത വർഷം അവരൊരു JEE നീറ്റ് അല്ലെങ്കിൽ അത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒക്കെ കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കും. എസ്പെഷ്യലി നല്ല കുട്ടികളും അവെയർ ആയിട്ടുള്ള പാരൻസ് ഒക്കെ ഓൾറെഡി അതിനുള്ളൊരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസിൻ്റെ ഒരു ബൂം. മുമ്പ് ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് എന്നുള്ളത് കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആക്സസിബിൾ ആയിരുന്ന അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് അതിന്റെ എക്സാമിനേഷൻസും ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ് ആസ് വി ഓൾ നോ ഇറ്റ് ഈസ് ലൈക്ക് സർപ്പാസസ് ഓൾ എന്താ പറയുക ഓൾ എക്സ്പെക്ടേഷൻ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഓഫ്ലൈൻ കോച്ചിങ് പണ്ടൊക്കെ നമ്മൾ പോയിരുന്നത് റെഗുലർ കോച്ചിങ്, അതായത് അല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങനെ ആ രൂപത്തിലാണ് റെഗുലർ കോച്ചിങ് നമ്മൾ വിളിച്ചിരുന്ന സംഭവം. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് മൂന്നിന്റെയും പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. ആൻഡ് വാട്ട് വിൽ ബി ബെറ്റർ ഫോർ യു. ഓരോ ആളുകൾക്കും സൂട്ട് ആവുന്നത് പലതായിരിക്കും. എന്നാലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസ്, ഇപ്പോഴത്തെ ഒരു കോച്ചിങ് സെന്റേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഏതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ 3 സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ, ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ചിലപ്പോൾ ഇനി 10th അല്ലാത്ത ആളുകളുണ്ടാവും. അതായത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 11th 12th ആളുകളുണ്ടാവും. നിങ്ങൾ ഇതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ്. കാരണം ഈ ഡിസ്കഷൻ എന്നുള്ളത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓഫ്ലൈൻ കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ്, ഹോസ്റ്റൽസിൽ പോകുന്ന ആളുകൾ, ഈവൻ റിപ്പീറ്റേഴ്സ് ഇപ്പോൾ ഹോസ്റ്റലിൽ പോകുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ നമ്മുടെ ഡിസ്കഷനിൽ വരും. അപ്പം നിങ്ങളെല്ലാവരും ഈ ചർച്ചയിൽ പങ്കാളികളാവണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യെസ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് കോസ്റ്റ് തന്നെയാണ്. കാരണം ഏതൊരു പ്രോഗ്രാമിൽ നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിലിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2 രീതിയിൽ റൺ ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ട്. ഒന്ന് പ്രോപ്പറായിട്ട് മറ്റൊരു സ്കൂളുമായിട്ട് കണക്ഷൻ ഇല്ലാതെ എൻട്രൻസ് കോച്ചിങ് ഒരു സ്ഥാപനത്തിൽ തന്നെ സ്കൂൾ പോലെ പ്രവർത്തിക്കുന്നതുണ്ട്. മറ്റൊരു സ്കൂളും രജിസ്ട്രേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ ഒരു കോസ്റ്റ് ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം പ്ലസ് ടാക്സ് എന്നുള്ളൊരു ജനറലി അറൗണ്ട് അത്രയാണ് കേരളത്തിലെ കോച്ചിങ് സെന്റേഴ്സും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 2 വർഷത്തേക്ക് ടാക്സ് അടക്കം ഒരു 3 ലക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 1 ലക്ഷം രൂപ ഹോസ്റ്റലിന് എന്തായാലും വേണ്ടി മിനിമം. ഇപ്പോഴത്തെ ഒരു ഹോസ്റ്റൽ റേറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് 10,000 രൂപ പെർ മന്ത് എല്ലാവർക്കും ചെലവുണ്ട്. അപ്പൊ 2 ലക്ഷം ഹോസ്റ്റലിനും 3 ലക്ഷം ഇന്റഗ്രേറ്റഡ് കോച്ചിങ്ങിനുമായിട്ട് 5 ലക്ഷം രൂപയോളം ഫീസ് വരും. ഇതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ 6ഉം 7ഉം വരുന്ന സെന്ററുകളുണ്ട്. ഇതിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ് എഴുതിയിട്ട് സ്കോളർഷിപ്പ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതും കോമ്പറ്റേറ്റീവ് ആയിരിക്കും എന്ന് മാത്രമല്ല, അതിൽ ഹോസ്റ്റൽ ഫീസിന് എന്ത് ചെയ്യാറില്ല പൊതുവെ. എവിടെ ഹോസ്റ്റൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എസ്പെഷ്യലി ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോൾ ഈവൺ നമ്മൾ മറ്റൊരു ആസ്പെക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് തന്നെ ഒരുപാട് സ്കോളർഷിപ്സ്, ഈ കോച്ചിങ് സെന്റേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടിയപ്പോൾ സ്കോളർഷിപ്സ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. സ്കോളർഷിപ്സ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ ഈവൻ ബ്രേക്ക് ഈവൻ ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്നുള്ളത് ഹോസ്റ്റൽസ് ആണ്. അപ്പോൾ ഹോസ്റ്റൽസിൽ ഇപ്പോൾ ആരും അധികം അങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതായിട്ട് കേൾക്കാറില്ല. എസ്പെഷ്യലി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം എന്നത്. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ ഹോസ്റ്റൽ ഫീസ് മുഴുവനായിട്ട് തന്നെ അടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പം ഒരു ഓഫ്ലൈൻ റെഗുലർ ആയിട്ടുള്ള വീക്കെൻഡിലോ അല്ലെങ്കിൽ മോർണിംഗിലോ ഈവനിങ്ങിലോ ഒക്കെ പോകുന്ന ഒരു ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അതിന്റെ ഫീസ് 20, 25, 30, 35 ആ റേഞ്ചിലൊക്കെ തന്നെയാണുള്ളത്. പിന്നെ കുറച്ചും കൂടെ പേരുള്ള നല്ല കുറച്ചുകൂടെ റെപ്യൂട്ടേഷനുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അത് 50, 60, 70 വരെയൊക്കെ പോകാം. ഈവൻ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്ഥാപനങ്ങളായിട്ടുള്ള പല കേരളത്തിൽ ഒരുപാട് സെന്റേഴ്സ് ഉള്ളവരൊക്കെ 1 ലക്ഷത്തിന് മേലെയൊക്കെ ഈ ഒരു റെഗുലർ കോച്ചിങ്ങിന് തന്നെ ഓഫ്ലൈനിൽ വരുന്നതുണ്ട്. ഓൺലൈനിലേക്ക് വരുമ്പം ഉള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അഫോർഡബിലിറ്റി തന്നെയാണ്. നമുക്ക് ഇന്ത്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഓൺലൈൻ കോഴ്സിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് JEEക്ക് 4,000, 5,000 മുതലൊക്കെ നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. 4,000, 5,000 രൂപക്കൊക്കെ ഒരു വർഷത്തേക്ക് JEE കോച്ചിങ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ തുടങ്ങി പിന്നെ 10, 15, 20, 30 എന്ന് പറഞ്ഞുകൊണ്ട് പല റേഞ്ചിൽ എന്താണ് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഓൺലൈനിലാകുന്ന സമയത്ത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പകുതി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ പറ്റും. അതൊന്നും ഈ ഹോസ്റ്റലിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അതാണ്.
ഈ ഒരു റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് അത്രയും എക്സ്പെൻസീവ് ആണ്. ഞാനെപ്പോഴും പറയാറുള്ളത് മൂന്നിൻ്റെയും ക്വാളിറ്റിയിലോട്ട് നമുക്ക് പോകാം. ക്വാളിറ്റി എന്നുള്ളത് ഈ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമുക്ക് നടത്താൻ സാധിക്കുക. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എടുത്താൽ വാങ്ങാത്തൊരു ഭാരം ഇതിൻ്റെ പേരിൽ തലയിൽ വെക്കേണ്ടതില്ല എന്ന് എപ്പോഴും തോന്നാറുണ്ട്. കാരണം കുട്ടികളെ ഇനിയും പഠനത്തിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ചിലവുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ചില ആൾക്കാർ ലോൺ എടുത്തിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ചെയ്യാനുള്ളത്. ഇപ്പോൾ എനിക്ക് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇനി കാശ് മുടക്കുന്നതിന് ആൾക്കാർക്ക് എഡ്യൂക്കേഷന് കാശ് മുടക്കുന്നതിന് ആർക്കും മടിയില്ല. കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ എന്നുള്ളതാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലോട്ട് വരുമ്പോൾ എത്രത്തോളം ഇപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയാണ് എല്ലാവരും ചെക്ക് ചെയ്യുക. എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് വളരെ പ്രധാനപ്പെട്ട അതെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഇപ്പോൾ 20, 30, 40, 50 ബാച്ചുകളുള്ള വലിയൊരു സെന്ററിന് എല്ലാ ക്ലാസ്സിലും സെയിം ക്വാളിറ്റിയുള്ള ടോപ്പ് ഫാക്കൽറ്റീനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അതെ. അപ്പൊ ഇതാണ് എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം മുമ്പ് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരുന്നു. ഒരു സെലക്ടഡ് സ്കൂൾസിലായിരുന്നു ഇത് റൺ ചെയ്തിരുന്നത്. അപ്പൊ ആ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ മേ ബി കേരളത്തിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് ആ സ്കൂളിൽ പോവുക. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ സെന്റേഴ്സും ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് തുടങ്ങി അവരുടെ ഒരു മേജർ റവന്യൂ സോഴ്സ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം മാറി. എന്ന് മാത്രമല്ല ഉള്ള സെന്റേഴ്സ് ഇപ്പം 4, 5 ബാച്ചുകൾ മാത്രം ഇന്റഗ്രേറ്റഡ് സ്കൂൾ റൺ ചെയ്തിരുന്ന സെന്ററുകൾ ആ 4, 5 എന്നുള്ളത് 30, 40 എന്നുള്ള ലെവലിലോട്ട് എത്തി. ഇവിടെയാണ് ഒരു കീ കൺസേൺ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സ് എന്ന് പറഞ്ഞ സെൻറ്റർ എടുക്കുക. അവർ വളരെ നന്നായിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നടത്തുന്നുണ്ട്. അവിടെ നല്ല അധ്യാപകർ ABC എന്ന് പറയുന്ന അധ്യാപകരുണ്ട്. ഇവർ 5 സെൻറ്ററിന് പകരം 50 സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ABC എന്ന് പറയുന്ന അധ്യാപകർക്ക് ഈ 5 സെൻറ്ററിൽ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ 50 സെൻറ്ററിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല. ദേ ഷുഡ് ഹയർ മോർ ഫാക്കൽറ്റി, റൈറ്റ്? ആ ഫാക്കൽറ്റി എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാവും, എത്രത്തോളം ട്രസ്റ്റബിൾ ആവും എന്നുള്ളിടത്തുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് XNV ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് ഇതുപോലെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, ചില ചാപ്റ്റേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ ചില ചാപ്റ്റേഴ്സ് അവർക്ക് തീരെ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ളത് ഒരു സ്ഥാപനത്തിന്റെ വളരെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ട് റൺ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധ റിപ്പീറ്റേഴ്സ് എന്നുള്ള ഒന്നിലാണ് എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റ് വിളിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഇതുവരെ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റി, അവർ പോയ സെൻറ്ററിലെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റി ആയിട്ട് അറിയപ്പെടുന്ന ഒരാളുണ്ട്. അവരെന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ക്ലാസ്സിൽ വന്നിട്ടില്ല. മേ ബി ഹിസ് ഫോക്കസ് ഈസ് ഓൺ റിപ്പീറ്റേഴ്സിലായിരിക്കും. അപ്പോൾ ഇതുവരെ അറിയാത്ത കുറേ അധ്യാപകരാണ് ഓരോന്ന് വന്ന് എന്ത് ചെയ്യുന്നത്, ഓരോ ചാപ്റ്റേഴ്സും വന്ന് പഠിപ്പിക്കുന്നതാണ്. ഇത് മറ്റൊരു പ്രശ്നമാണ്. അതായത് ഓരോ ആളുകൾ വന്ന് ഓരോ ചാപ്റ്റേഴ്സ് തുടങ്ങി വെക്കും. ഒരു 4, 5 ട്രാക്കിൽ ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പോകുന്നുണ്ടാവും. അത് ഞാനും പഠിച്ചിരുന്ന സമയത്ത് വലിയൊരു പ്രശ്നം. അത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ, ഈ റെഗുലർ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ വലിയൊരു പ്രശ്നം അതാണ്. അത് അവിടെ ടീച്ചേഴ്സ് പലരും അവിടെ പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൽ ഒരാൾ വരും, 1ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. മേ ബി 2ാമത്തെ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് വേറൊരാൾ വന്നിട്ട് 7ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. മറ്റൊരാൾ വന്നിട്ട് 11ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു 11ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത ആൾ പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട്. അതിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. ഈ ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ പല ഫാക്കൽറ്റീസും ആക്ച്വലി അവർ ആ ചാപ്റ്ററിൽ അവർ പുലികളായിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള ചാപ്റ്ററിന്റെ കാര്യം ചോദിച്ചാൽ അവർക്കൊന്നും അറിയുന്നുണ്ടല്ലോ. മേ ബി അവർ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും പഠനത്തെ നന്നായിട്ട് അഫക്ട് ചെയ്യും. ഈ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ഒരു സബ്ജക്റ്റിൽ ഒരേ സമയത്ത് ഓപ്പൺ ആയി കിടക്കും. കുട്ടികൾക്ക് തന്നെ അറിയില്ല ഞാൻ പഠിക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണോ അല്ലെങ്കിൽ വർക്ക് എനർജി പവർ ആണോ, അത് ഏതാന്ന് പോലും ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു +1 കുട്ടികളുടെ ഒരു ഫേസിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഓൺലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല സ്ഥാപനങ്ങളിലും നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ഒരു ടീമാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ജെയ്ക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ XNY JEE പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുമ്പോൾ മാത്സ് എടുക്കണ ഞങ്ങൾ 2 ആൾക്കാരുണ്ട്. ഈ 2 ആളുകൾ തന്നെയാണ്, അല്ലെ 3 ആളുകൾ, നമ്മുടെ 3 ആളുകൾ 2 IIT-കാരും NT-കാരുണ്ട്. നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും ഇവരെ വെച്ച് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ സ്കെയിലബിലിറ്റി പ്രശ്നമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസിനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്നുള്ളത്. അപ്പോൾ മേ ബി ഇപ്പോൾ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ്, ഒരു സെൻറ്ററിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും. അവിടെ ഒരു ബാച്ചോ 2 ബാച്ചോ അല്ലെങ്കിൽ 5 ബാച്ചൊക്കെ ചിലപ്പോൾ ഇവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ ഈ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ, ഇവർ ദൂരെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി ആ ക്വാളിറ്റി
എന്നുള്ളത് കുറയും എന്നുള്ളത് വളരെ ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. ആർക്കായാലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓൺലൈനിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആക്ച്വലി വരുന്നത് അവിടെയാണ്. അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിനെ വെച്ചിട്ട് 500 ആൾക്കോ 1000 ആൾക്കോ 10000 ആൾക്കാർക്കോ ക്ലാസ് എടുക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഓൺലൈനിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഷെഡ്യൂളിംഗിൽ നമുക്ക് ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ മാത്രമേ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, 2-3 പാനലിൽ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെയിം ടീച്ചേഴ്സ് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, പണ്ടത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ ടീച്ചേഴ്സ് പല സ്കൂളിൽ നിന്നും ചാടി വന്ന ക്ലാസ് എടുക്കുക, അവർ പല സ്ഥലത്തും ഓടി നടന്ന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, റൈറ്റ്. ഇപ്പോഴും ആ ഒരു കൾച്ചർ എന്ത് ചെയ്തിട്ടില്ല, പല സ്ഥലത്തും മാറിയിട്ടില്ല എന്നുള്ളത്. ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം, പല സ്ഥലത്തും മാറിയില്ല. ഇപ്പോഴും അങ്ങനെ ഓടി നടന്ന് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ സമയവും സൗകര്യവും, അതായത് ഒരു കുട്ടിയുടെ സൗകര്യത്തിനപ്പുറം ഒരു ഫാക്കൽറ്റിയുടെ സൗകര്യം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, അഗെയിൻ സ്റ്റുഡൻസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്, അവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമിനേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഡേ 1 മുതൽ തന്നെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന എക്സാം, റാങ്ക് ലിസ്റ്റ്, ആ ഒരു കോമ്പറ്റീഷൻ കണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് കൂടുതൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ വീക്ക് 1 മുതൽ തന്നെ എക്സാമിനേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ വളരെ പതുക്കെ കുറച്ച് ബേസിക് മാത്സ് ഒക്കെ പഠിപ്പിച്ച് പോകുന്ന JEE ബാച്ചുകൾ വരെ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലടക്കം. ഇതിൽ 2 കാരണങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം, ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന സ്റ്റുഡൻറ്റ് വീണ്ടും ഒരു പ്രധാനപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി വിളിച്ചു. ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു സ്പീഡിലല്ല ക്ലാസ് പോകുന്നത്. അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് അത്യാവശ്യം ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന് അത്യാവശ്യം സ്പീഡിലാണ് കാര്യങ്ങൾ പോവേണ്ടത്. പക്ഷേ ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിനെ പല പാരൻസും കാണുന്നത് ഒരു ദുർഗുണ പരിഹാര പാഠശാലയായിട്ടാണ്. ഇതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കണ്ടിട്ട് ആരും നിങ്ങൾ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ആക്കരുത് എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് കുട്ടികൾക്കും താങ്ങാൻ സാധിക്കില്ല. കാരണം അത് എൻട്രൻസ് എന്നുള്ളത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇതിൽ പ്രത്യേകിച്ച് ബേസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ വരും. ഈ കുട്ടികൾ വരുമ്പോൾ 2 ലെവൽ ഓഫ് കുട്ടികളുണ്ടാവും. ഈ 2 ലെവൽ ഓഫ് കുട്ടികളിൽ മേലുള്ള ആളുകളെ, താഴെയുള്ള ആളുകളെ മേലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അത് നടക്കൂല. കാരണം അത് നടക്കൂല. അവസാനം എന്താ നടക്കുക വെച്ചാൽ, രണ്ടും കൂടി ഒരു മിഡിൽ ഗ്രൗണ്ടിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മേലുള്ളവനെ അവനെന്ത് ചെയ്യും, നമ്മൾ കുറച്ച് താഴോട്ട് പിടിച്ചാക്കും, താഴെയുള്ളവനെ കുറച്ച് അപ്പുറത്തോട്ട് മേലെ. ഈ ഒരു ലെവൽ സെറ്റിംഗ് നടന്നതിന് ശേഷം അവർക്ക് ക്ലാസ്സിന് എടുക്കാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു ക്വാളിറ്റിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബോർഡ് എക്സാം കഴിയുന്ന കുട്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഡിസപ്പോയിൻറ്റഡ് ആവും. നന്നായി പഠിച്ചിരുന്ന് കുട്ടികൾ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം അവർക്ക് മേലോട്ട് പോയി കയറി പോകാൻ സാധിക്കില്ല. രണ്ടാമത്തെ പ്രശ്നം ഇതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് വല്ലാതെ ലെവൽ കൂട്ടാനും പറ്റില്ല. ലെവൽ കൂട്ടിയാൽ താഴെയുള്ള കുട്ടി ഡിസപ്പോയിൻറ്റഡ് ആവും, ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആവും. കാരണം എസ്പെഷ്യലി ഫസ്റ്റത്തെ ഒരു 3-4 മാസം ഇപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ മെയിൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും മറ്റേ നമ്മുടെ ഏകജാലമൊക്കെ നടക്കുക. അപ്പോൾ ഇവൻ ചിലപ്പോൾ ഇതിൽ ഓപ്ഷൻ കൊടുത്ത് പോവോ എന്നുള്ളൊരു പേടി വരെ ഉണ്ടാവും. ഈവൻ എക്സാമിനേഷൻസ് അടക്കം ഡിലേ ചെയ്യുന്നതിന് എക്സാം നടത്തില്ല. എക്സാം നടത്തിയാൽ എന്താന്ന് വെച്ചാൽ മാർക്ക് കുറവും. ഫുൾ A+ പ്രതീക്ഷ വരുന്ന കുട്ടിയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ താഴെ വരുമ്പോൾ പിന്നെ അവർക്ക് ഡ്രോപ്പ് ഔട്ട് ആവും. ഇവർ പഠിപ്പിക്കുന്നില്ല എന്നായിരിക്കും ഇവർ അസസ് ചെയ്യുക. ഇവർ പഠിപ്പിക്കുന്നുണ്ടാവും ആക്ച്വലി, പക്ഷെ ഇവർ പഠിപ്പിക്കുന്നില്ല എന്നുള്ളവർക്ക് അസസ് ചെയ്യാം. എൻ്റെ പ്രശ്നം എന്നുള്ളത് ഒരു കുട്ടി അസസ് ചെയ്യില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒന്ന് ഈ ഒരു ക്വാളിറ്റി വൈസ് ഡിഫറൻസ് ഉള്ള ആളുകളെ കൊണ്ടുപോയിടുമ്പോൾ താഴെയുള്ളവനെ മേലേക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്, മേലുള്ളവനെ താഴോട്ട് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഐഡിയലി വേണ്ടത് കഴിഞ്ഞാൽ താഴെയുള്ള ആളുകളെ മേലോട്ട് കൊണ്ടുവരാൻ സ്പെഷ്യൽ പ്രോഗ്രാംസ് വേണം. അപ്പോൾ മേലുള്ളവനെ ബാധിക്കും ചെയ്യരുത്. അവനൊരു സെപ്പറേറ്റ് ബാച്ചസ് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലാസിന്റെ ടോട്ടൽ സ്പീഡിനെയും അതിന്റെ ഷെഡ്യൂളിങ്ങിനെയും ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര എക്സാംസ് JEE ബാച്ചിൽ ഞങ്ങൾ ഏപ്രിലാണ് JEE ബാച്ച് തുടങ്ങിയത്. 22 സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ 23 ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത 3 ചാപ്റ്റേഴ്സിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 23 യൂണിറ്റ് ടെസ്റ്റുകൾ കഴിഞ്ഞു. പിന്നെ 3 മന്ത്ലി എക്സാമിനേഷൻസ് കഴിഞ്ഞു. ഇപ്പൊ എന്നെ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ആ കുട്ടി പറഞ്ഞത്, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ചാപ്റ്റേഴ്സ് ഈ മാത്സ് ഒരു 5 ചാപ്റ്റർ, ഫിസിക്സ് 5 ചാപ്റ്റർ, കെമിസ്ട്രി 5 ചാപ്റ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് പ്രശ്നം പറഞ്ഞതാണ്. അതായത് ഫാക്കൽറ്റി ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് ആ സ്പീഡിൽ പോകാൻ സാധിക്കില്ല. നമ്മൾ 23 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്, നമുക്ക് ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് വന്നതുകൊണ്ടാണ്. നമ്മളെ ക്വാളിറ്റി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് വന്നതുകൊണ്ടാണ് നമുക്കത് സ്പീഡിൽ ആ ഒരു അപ്ഡേറ്റ് ആയി പോകാൻ പറ്റുന്നത്. മാത്രമല്ല ഇതിനൊക്കെ നമ്മൾ എക്സാംസും ഒരു 100ഓളം ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല ടൈമിലായിട്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സ്റ്റുഡൻസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതില്ലാത്ത സെന്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വിൽ ബി പ്രോബ്ലമാറ്റിക് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഫേസിൽ ഈ 2 വർഷത്തെ ഫേസിൽ കുട്ടികൾ ഫേസ് ചെയ്യാവുന്ന മറ്റൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഹോസ്റ്റൽ ലൈഫാണ്. അത് ഭയങ്കര സബ്ജക്റ്റീവാണ്. ചില ആളുകൾ
കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ചില കുട്ടികൾക്ക് അവരുടെ ഒരുപാട് ഇൻഡിവിജ്വൽ ഹാബിറ്റ്സും പിന്നെ അവർക്ക് കിട്ടുന്ന പാരൻസിൻ്റെ അടുത്ത് കിട്ടുന്ന സപ്പോർട്ട്, ഹോം സിക്നെസ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ദിവസം വിളിച്ച് എന്നോട് ഒരു പരാതി പറഞ്ഞു. പരാതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കനെ വായിക്കണം, എനിക്ക് ഉറക്കനെ വായിച്ചാലേ വായിച്ച് പഠിക്കുന്ന ആളാണ്, എന്നാലേ എനിക്ക് ലേൺ ചെയ്യാൻ, അവരുടെ ലേണിംഗ് നടക്കുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ, ഇത് അറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഹോസ്റ്റലിൽ പോകുന്നത്? കാരണം ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ 100 ആളുകൾ അല്ലെങ്കിൽ 200 ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സൈലന്റ്, കാം അങ്ങനെയുള്ളതും വേണ്ടി വരും. കാരണം വീട്ടിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വന്ന് നിൽക്കാവുന്ന ഒരു സ്ഥലമാണ് ഹോസ്റ്റൽ എന്നുള്ളത്. അവിടെ നമ്മുടെ ഇൻഡിവിജ്വൽ ഹാബിറ്റ്സ് മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഹോസ്റ്റലിൽ പോകാൻ പാടുള്ളൂ. അല്ലാത്ത ആളുകൾ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം നമ്മുടെ ഹാബിറ്റ്സ് ഒരു നിലക്കും മാറ്റാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇന്ന സമയത്ത് ഉറങ്ങണം, എനിക്ക് ഇന്ന സമയത്ത് എണീക്കണം എന്ന് പറഞ്ഞാലൊക്കെ പ്രശ്നമാണ്. കാരണം ഹോസ്റ്റലിൽ ഒരു ജനറൽ റൂൾ ഉണ്ടാവും. ആ റൂള് പാലിക്കാൻ നമ്മൾ ജനറലി ബാധ്യസ്ഥരാകും. അതിൽ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും അടക്കം ഉണ്ട്. അല്ലാത്തൊരു റൂൾസ് ഇപ്പോൾ തോന്നുമ്പോൾ എഴുന്നേൽക്കാൻ, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കാൻ, തോന്നുമ്പോൾ ഉറങ്ങാൻ എന്നുള്ള ഹോസ്റ്റലാണെങ്കിൽ ആ ഹോസ്റ്റലിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈക്ക് അത് അങ്ങനെയുള്ളവർക്ക് ഉള്ളതല്ല ഹോസ്റ്റൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഡിസിപ്ലിൻ വേണ്ട അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉള്ള ആളുകൾക്ക് ഉള്ളതാണ്. ഒന്നും ഡിസിപ്ലിൻ വേണമെന്ന് തോന്നി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കുള്ളതാണ്. അല്ലാത്ത ആളുകൾ ഹോസ്റ്റലിൽ പോയാൽ വെറുതെ കുറേ സമയം കളഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലാത്ത ഈ ടൈപ്പ് ഹോസ്റ്റൽ എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോൾ എണീക്കാം, എപ്പോൾ വേണമെങ്കിലും പഠിക്കാം എന്ന് കൈൻഡ് ഓഫ് ഹോസ്റ്റൽസ് ആണ്. അങ്ങനെ ഭയങ്കര സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്റ്റലാണ് എന്നുണ്ടെങ്കിൽ അതൊരു നീറ്റ് ചെയ്യുക അറ്റ്മോസ്ഫിയറിന് പറ്റിയ ഹോസ്റ്റൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റുഡൻസിനെ വല്ലാതെ പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റൽ സിസ്റ്റം, അത് ഹോസ്റ്റൽ സിസ്റ്റത്തിന്റെ ഒരു ധർമ്മം നിർവഹിക്കില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഭയങ്കര കട്ടിയായിട്ട് ഇടണം എന്നുള്ളതല്ല, പക്ഷെ ഒരു ജനറൽ റൂൾസ് പാലിക്കുക, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു JEE നീറ്റ് കോച്ചിങ് എന്ന് പറയുന്നത് ഹെക്റ്റിക് ആണ്, അതിൻ്റെതായിട്ടുള്ള പ്രഷർ കാര്യങ്ങളുണ്ടാവും. അതിന് കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്നതിന്റെ ഒരു ടെൻഷനും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ സങ്കടം, ഇതെല്ലാം കൂടെ ആകുമ്പോൾ പല കുട്ടികളും ഒരുപാട് മാനസിക ചില കുട്ടികൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഫസ്റ്റത്തെ 1-2 മാസം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ശീലങ്ങൾ മാറ്റാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായിട്ടും ഹോസ്റ്റലിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. പക്ഷെ നമുക്ക് എവിടെ പോയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് ഹോസ്റ്റൽ പൊതുവെ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. കാരണം ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഹോസ്റ്റൽ പിയർ ഗ്രൂപ്പ് എപ്പോഴും പിയർ ഗ്രൂപ്പ് കൂടുതൽ. അപ്പോൾ ഓൺലൈനിൽ ഇപ്പൊ നമ്മളെപ്പോഴും അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നം അതാണ്. കാരണം കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫാക്കൽറ്റീസും നമ്മളൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ അടുത്ത വർഷം ഒരു ബ്ലെൻഡഡ് പ്രോഗ്രാം തുടങ്ങാനുള്ള ഒരു റീസൺ അതാണ്. നമ്മൾ JEEക്ക് ഒരു ബ്ലെൻഡഡ് പ്രോഗ്രാം തുടങ്ങേണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം. കാരണം ഒരു കോണ്ടാക്ട് ക്ലാസ്സസ് പല സ്ഥലങ്ങളും നമുക്ക് ഫാക്കൽറ്റീസുമായിട്ട് നേരിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ ഹോസ്റ്റൽ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല നമ്മൾ മനസ്സിലാക്കണം. ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാർ മെന്റലി അതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് കുറേ ടെൻഷൻ അടിച്ച സമയങ്ങൾ ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ മറ്റൊരു വലിയൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ റെഗുലർ ഓഫ്ലൈനിലാണ് കൂടുതൽ കാണാറുള്ളത്. ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ കുറച്ചും കൂടെ ഒക്കെ ആക്സസിബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും ഈ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് ഏത് സമയത്തും ഒരുവിധമൊക്കെ കൊടുക്കാൻ പറ്റുന്ന 2 സംഭവങ്ങളാണ്. പക്ഷേ പലപ്പോഴും ഈ ഓഫ്ലൈൻ സെന്റേഴ്സിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സൊക്കെ ഫിക്സഡ് ആയിട്ട് വന്ന് അവരുടെ സമയം കഴിഞ്ഞാൽ പോകുന്നവരാണ് മിക്ക ആളുകളും. അവർ അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ മറ്റൊന്നും എന്ത് ചെയ്യില്ല, നിൽക്കില്ല. പലപ്പോഴും കിട്ടില്ല. ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡൗട്ടുകളൊക്കെ ചോദിക്കുക. പിന്നെ കുട്ടികൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പലപ്പോഴും സംഭവിക്കാം. പക്ഷേ ഓൺലൈനിൽ അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. നല്ല ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം മിക്കവാറും ഉണ്ടായിരിക്കും. നല്ല മെന്റർഷിപ്പ് സിസ്റ്റം ഒക്കെ ടെക്നിക്കലി തന്നെ ആപ്പിലൂടെ തന്നെ ചോദിക്കാം, നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടും. അത് ഒരുവിധ ആളുകളൊക്കെ ഓൺലൈനിലുള്ള ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് സിസ്റ്റം ടു ഹാവ്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ഫ്രണ്ട്സിൽ നിന്ന് കേട്ടൊരു ഫീഡ്ബാക്കാണ്. അതായത് അത്രയും കാലം ഓൺലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റേഴ്സ് ക്യാമ്പസിലേക്ക് എത്തി. എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സൊക്കെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കുട്ടിക്ക് മനസ്സിലായത്, ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ, ഇനി എനിക്ക് ബാക്ക് അടിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത്, റീവൈൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. സെന്ററിൽ ക്രാഷിന് പോയപ്പോഴും കുട്ടികൾ പറഞ്ഞു, സാർ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ നമുക്ക് റീവൈൻഡ് ചെയ്ത് കാണായിരുന്നു, ഇത് റീവൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ക്വസ്റ്റ്യൻ പോയി ബാക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു ക്ലാസ്സിൽ നിങ്ങൾ
നിങ്ങൾക്ക് ആ ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചർ അത്ര പോരാ, അപ്പോൾ നിങ്ങൾ ആ ബോറടിച്ചിട്ട് ഉറങ്ങിപ്പോയാൽ ആ ക്ലാസ് പോയി. അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല, പല കാരണങ്ങളാൽ നിങ്ങൾക്ക് ഒരു സംഭവം മിസ്സായി പോകാം. നമ്മുടെ പ്രശ്നങ്ങളോ ടീച്ചറോ പ്രശ്നമോ സെന്ററിന്റെ പ്രശ്നമോ എന്താണെങ്കിലും ആവാം. ചിലപ്പോൾ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ആ സമയത്ത് ഇപ്പോൾ കറണ്ട് പോകും, ആ കറണ്ട് പോയി കഴിഞ്ഞാൽ നന്നായി ചൂടെടുക്കും. ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വല്ലാതൊന്നും ഉണ്ടാവില്ല. അന്നത്തെ ഇഷ്യൂസ് അതൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിൽ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ടാബ് മറ്റും ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും അതും ഒരിക്കലും എന്താണ് അവിടെയും ഒരു ഡിസ്കണക്ട് വരും. കാരണം ഏതാണ് കാണേണ്ടത്, എവിടെ കാണേണ്ടത്, ഏത് പോയിന്റിലാണ് കാണേണ്ടത് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. നേരെ കുറച്ച് ഓൺലൈനിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. ഏത് സമയത്ത് അവർക്ക് റീവൈൻഡ് ചെയ്യാൻ, അവർക്ക് ഡബിൾ സ്പീഡിലിട്ട് കാണാൻ, ചിലത് സ്കിപ്പ് ചെയ്യാൻ ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ ജെഇ പ്രോഗ്രാമിൽ ലൈവ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ആ ലൈവ് കഴിഞ്ഞിട്ട് റെക്കോർഡ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അതെ, രണ്ട് രീതിയിലും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ കുട്ടികളിൽ ഒരു ഫീഡ്ബാക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ടും പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, രണ്ടും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു വീഡിയോ ലൈബ്രറി പ്ലസ് ഓൺലൈൻ ലൈവ് ഇൻട്രാക്ഷൻ എന്നുള്ളത് ആ ഒരു വിഷയത്തിൽ വളരെ എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് നല്ലോണം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓഫ്ലൈൻ സെൻറ്റേഴ്സും ഈവൻ നമ്മൾ പോയതടക്കം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ജെഇ കോച്ചിങ് ഒന്നുമല്ല. സത്യം പറയുകയാണെങ്കിൽ ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ് ആണ്. ഇപ്പോൾ ആ പേരധികം കാണാറില്ല. ബട്ട് ആക്ച്വലി ഈ വീക്കെൻഡിലും രാവിലെയും ഈവനിങ് ബാച്ചിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്യൂഷൻ വിത്ത് എൻട്രൻസ് ബാച്ചിങ്ങാണ്. ഒരു സ്കൂൾ ലെവലിൽ പഠിപ്പിക്കും, പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് എൻട്രൻസിലേക്ക് പോകുമെന്നല്ലാതെ. മാത്രമല്ല ജെഇയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം +2 പഠിക്കുമ്പോൾ ജനുവരിയിലാണ് ആദ്യം എക്സാം എഴുതുക. അപ്പോൾ ഒക്ടോബറിൽ സിലബസ് തീർക്കണം. ഈ ഒക്ടോബറിൽ സിലബസ് തീർക്കുന്ന വിരലിലുണ്ടാവുന്ന ബാച്ചുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. വിരലുണ്ടാവുന്ന പറഞ്ഞാൽ ലിറ്ററലി ഈ വിരലല്ല, ഈ ഒരൊറ്റ കയ്യിലെ വിരലുണ്ടാവുന്നേ ഉണ്ടാവുള്ളൂ. ഒക്ടോബറിൽ തീർക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ എല്ലാ പറഞ്ഞത് ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോഴും പല സ്റ്റുഡൻസും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു സ്പീഡിൽ തുടങ്ങും, പിന്നെ അത് കഴിഞ്ഞ് സെറ്റ് ഇയർ കഴിയുമ്പോഴേക്ക് ടീച്ചേഴ്സിന് മനസ്സിലാവും ഇവരെ കൊണ്ട് വല്ലാതെ വലിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സംഭവം വരും. അപ്പോൾ ഇത് വളരെ ഹെക്ടിക്കായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉള്ളതാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു ഷെഡ്യൂളിൽ പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ നിങ്ങൾ സീരിയസ് ആസ്പിറൻസ് എപ്പോഴും അതും ചെക്ക് ചെയ്യണം, എന്താണ് അവരുടെ അക്കാഡമിക് പ്ലാൻ, എപ്പോൾ. കാരണം സമയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഇപ്പോൾ നമ്മുടെ ഒരു ജെഇ ബാച്ചിൽ ഇപ്പോൾ നമ്മൾ എത്ര 23-24 ചാപ്റ്റേഴ്സ് 40 ചാപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ നമ്മൾ ഷെഡ്യൂളിങ് ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രോബിലിറ്റി +1 +2 ഒപ്പം എടുത്ത് തീർത്തു. അപ്പോൾ ആ രീതിയിലാണ് ആക്ച്വലി പോവേണ്ടത്. കാരണം ഒരു കണ്ടിന്യൂറ്റി കുട്ടികൾക്ക് പരമാവധി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈവൻ +1 +2 എന്നുള്ളൊരു അന്തരം പോലും ഇല്ലാതെ പരമാവധി പോകാൻ പറ്റണം. ആക്ച്വലി ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ഈ സെറ്റ് കഴിഞ്ഞ് ഉടനെ എടുത്തിട്ട് ആ ഡിഫറൻഷിയേഷൻ ഒരു റൊട്ടേഷൻ മോഷനോ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനോ ഒക്കെ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനത് മനസ്സിലാവണം. അല്ലാതെ ഡിഫറൻഷിയേഷൻ എന്നുള്ളത് വേറെ എപ്പോഴെങ്കിലും മനസ്സിലായാൽ ഈ ഓസിലേഷൻസും വേവ്സും പഠിക്കുന്ന കുട്ടി ബുദ്ധിമുട്ടിലായി പോകും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി പ്രശ്നമാണ്. അപ്പോൾ നല്ല ഷെഡ്യൂളിംഗ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ഷെഡ്യൂളിംഗ് പ്രകാരം നമുക്കൊരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് തീരും, റൈറ്റ്. എന്നിട്ട് നമ്മൾ ഒരു +2 തുടങ്ങി നമുക്ക് അടുത്തൊരു ഒക്ടോബർ നമുക്ക് തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ഷെഡ്യൂൾ. ഈ രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് ജെഇ പോലത്തെ ഒരു എക്സാം ഒക്കെ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മളിപ്പം ഓൺലൈനിലെ അഡ്വാൻറ്റേജുകൾ പറഞ്ഞു, അഫോർഡബിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ല ക്വാളിറ്റി ടീച്ചേഴ്സ്. പക്ഷേ അതേസമയം ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ട്രാക്ഷൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് പോയിട്ട് ഒരുപാട് സമയം അങ്ങനെ പോകുന്നു, ഗെയിം കളിച്ച് സമയം കളയുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത്. പിന്നെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും നമുക്ക് എന്താണ് ഗെയിമിംഗ് ഇല്ലാതെ ഡിവൈസ് കിട്ടിയ ഗെയിം കളിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോകും എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലിൽ പോയി നിൽക്കുക എന്നുള്ളതേ പരിഹാരമുള്ളൂ. അതെ, വേറെ പരിഹാരമൊന്നുമില്ല. അവർ ഹോസ്റ്റലിൽ പോയി ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ടൈം ലിമിറ്റ് പോലും കൺട്രോളബിൾ ആയിട്ടുള്ള നിറച്ച് കൺട്രോളായി ചെയ്യുന്ന മോട്ടിവേഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ഈസ് ഗുഡ്. ഫോണും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ. അപ്പോൾ അവിടെയും 1-2 എക്സാമ്പിൾസ് കേട്ടിട്ടുള്ളത് കുട്ടികൾ ഹോസ്റ്റലിലെ ടാബിന്റെ അടക്കം ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് സിനിമ കാണുന്നു എന്നുള്ള ഇൻസിഡൻസ് ഒക്കെ കേൾക്കാം. അതിനൊക്കെ നിൽക്കുന്ന ആൾക്കാർ വെറുതെ നിങ്ങൾ പറഞ്ഞേക്കണ്ട പോകണ്ടെന്നാണ് പറയുന്നത്. എന്തിനാ വെറുതെ നമ്മൾ കുറെ കാശും സമയമൊക്കെ ബാക്കിയുള്ള കുട്ടികളെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും നീറ്റും എഴുതി കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ആൾക്കാർ അൾട്ടിമേറ്റ്ലി പോയാൽ മതി. ആൻഡ് ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഈ ഒരു 2 വർഷത്തെ എഫേർട്ടിലൂടെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും റിസൾട്ടിലേക്ക് എത്തണം. അപ്പോൾ റിസൾട്ട് എവിടെയാണ് കൂടുതൽ എന്ന് ചോദിക്കുന്നത് അതായിരിക്കും അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ കഴിഞ്ഞൊരു കോവിഡിന് ശേഷമാണ് ഇത്രയും എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യുന്നത്. അതുവരെ നമുക്ക് ഫുള്ളി ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുകയാണെങ്കിൽ റിസൾട്ടിന്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കൂടുതലും മേ ബി ഓഫ്ലൈൻ പ്രോഗ്രാംസിൽ നിന്നായിരിക്കാം. അതെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഒരു റിപ്പീറ്റേഴ്സ് എന്നുള്ളത് നമ്മുടെ ഒരു കേരളത്തിൽ ഇൻ ജനറൽ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ
പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഓൺലൈനിലായിരുന്നു നമ്മുടെ നീറ്റിന് കേരള ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വർഷം കൊണ്ട് നല്ല മാറ്റം വരുന്നുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യയിലടക്കം ഇത്തവണ ജെഇ കിട്ടിയ ഒരുപാട് ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഈവൻ ഓഫ്ലൈനിൽ പോയിട്ട് അത് പോരാ, അത് ലൈക്ക് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് മനസ്സിലാക്കി ഓൺലൈനിലോട്ട് മാറി പഠിച്ച ആളുകളൊക്കെ എക്സാൻബൈ തന്നെ പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ പൈഐടിയിലൊക്കെ അഡ്മിഷൻ. ഓഫ്ലൈനിൽ പോയി അവരുടെ സ്പീഡിലെല്ലാം അവിടെ പരിപാടി നടക്കുന്നത് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് നിർത്തി. അതാണ് ആ സ്പീഡ് എന്നുള്ളത് എപ്പോഴും ഓൺലൈനിലാണ് കിട്ടുക നമുക്ക്. കാരണം ഒരു നല്ല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേസ് അനുസരിച്ച് പഠിക്കാൻ പറ്റും. ഏറ്റവും നല്ല കോമ്പിനേഷൻ എൻ്റെ അഭിപ്രായത്തിൽ, നന്നായി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്കോൾ കെയറിലോ NIOSോ ചൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുക. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. യെസ്, അത് ആക്ച്വലി ആ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ കുട്ടികൾക്ക് മുന്നിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പലരും അവെയർ അല്ല. അതായത് ഈവൻ നിങ്ങളിപ്പം ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന് പകരം നോർമൽ ആയിട്ടുള്ള സ്കൂളും ഒരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, സ്കൂളിലെ ഹെക്ടിക് ഷെഡ്യൂളും ജെഇ നീറ്റ് കോച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അതിൻ്റെ ഒരു സൊല്യൂഷൻ ആക്ച്വലി നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ലാതെ സ്കോൾ കേരള പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, സെയിം എക്സാക്ട് സർട്ടിഫിക്കറ്റും സെയിം എക്സാം ഷെഡ്യൂളിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ ടൈം വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, നന്നായി ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് അവരൊക്കെ ടോപ്പിൽ വരാറുള്ളത് പലപ്പോഴും. അതെ, അപ്പം ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ 3 സിസ്റ്റവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ്. അതോടൊപ്പം ഇനി നിങ്ങൾക്ക് എക്സാൻവൈയുടെ അടുത്ത വർഷത്തെ ജെഇ ബാച്ചിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ 11th അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ 10ൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ 10ൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, വി ഹാവ് എൻ എക്സാം കാർഡ് XIQയുടെ 2nd എഡിഷൻ November 3 വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അതോടൊപ്പം 5th മുതൽ 9th വരെ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് അടുത്ത വർഷത്തോട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ടുള്ള എൻക്വയറിക്കുള്ള ലിങ്കും ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഈ ഒരു മേഖലയിലോട്ട് പോകാൻ താല്പര്യമുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് XY ജെഇ പ്രോഗ്രാം ആസ് വെൽ ആസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ടു ദം. നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പാരൻസിനോടും സ്റ്റുഡൻസിനോടും നേരത്തെ ആദ്യം പറഞ്ഞ കാര്യത്തിന് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, നിങ്ങളുടെ കമന്റ്സും എക്സ്പീരിയൻസും ഡെഫിനറ്റ്ലി ഇവിടെ ഹെൽപ്ഫുൾ ആവും. കാരണം ഇത് പറയുമ്പോൾ ഇത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടൊരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ബട്ട് ദർ വിൽ ബി മോർ പ്രോസ് ആൻഡ് കോൺസ്. അത് താഴെ ആളുകൾ കമന്റ് ചെയ്യുമ്പോൾ അതൊക്കെ വായിക്കും. ഒരുപാട് കമന്റ്സ് നമുക്ക് പല വീഡിയോസിലും വരുന്നതാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ വായിക്കും, അതിന് റിപ്ലൈ ചെയ്യും. സോ ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡിസിഷൻ എടുക്കുന്ന ആളുകൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇന്നതിലോട്ട് പോകണം എന്നുള്ളതല്ല, എല്ലാത്തിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് ആണ് നമുക്ക് പറയാനുള്ളത്. ദ ഡിസിഷൻ ഈസ് അൾട്ടിമേറ്റ്ലി യുവേഴ്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ല. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നമ്മൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ താഴെ എഴുതുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.